ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ ഓൾ ഇൻ വൺ രഞ്ജൂസ് വ്ളോഗ്സ്. ഇന്ന് മാക്രോണി ഉപയോഗിച്ചിട്ട് ഒരു എഗ് മാക്രോണി ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിനായിട്ട് ഗ്രീൻ പീസ് വേവിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ക്യാരറ്റ് ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇനി മാക്രോണിയിലേക്ക് സോസ് വേണം മക്കൾക്ക്. അപ്പോൾ അതിനായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട, വീട്ടിലുണ്ടാക്കാമെന്ന് കരുതി കുക്കർ എടുത്തു. അതിലേക്ക് ആവശ്യത്തിന് തക്കാളി, വെളുത്തുള്ളി, 2 ചുവന്ന മുളക്, ആവശ്യത്തിന് കുരുമുളക്, ഉപ്പ്, ഗ്രാമ്പു ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാമ്പു ഇടാം കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഗ്യാസിൽ കുക്കർ വെക്കുക കേട്ടോ. 2 വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുക്കർ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി മിക്സി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, പെരുംജീരകം, തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. ഇത് തക്കാളി അരിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്രോണിയിലേക്ക് ചേർക്കാം. പക്ഷേ മക്കൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിക്സ് ആയി വന്നിട്ടുണ്ട് തക്കാളി. ഇനി 2 മുട്ട എടുക്കുക. അത് ഉപ്പ്, കുരുമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നേരത്തെ ഞാൻ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, ക്യാരറ്റ്, അതുപോലെ മല്ലിച്ചപ്പ് അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവാൻ നോക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ടു. ഉള്ളി നന്നായിട്ട് ഒന്ന് വേവണം. ഉപ്പ് ചേർത്തിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്തതിന്. അപ്പോൾ ഉപ്പ് ചേർത്ത് ഉള്ളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. എനിക്കറിയാം ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഉള്ളിയും ക്യാരറ്റും ഒക്കെ ഇടുക. അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇടുക. അപ്പോൾ അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ കൂട്ടാം കേട്ടോ. അപ്പോൾ ചില്ലി ഫ്ലേക്സൊക്കെ ഒരുപാട് ഇടണം എന്നുണ്ടെങ്കിൽ ഇടാം. ഞാൻ മക്കൾക്ക് എരിവൊക്കെ കുറവാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. അപ്പോൾ തക്കാളി ജ്യൂസാക്കി എടുത്തത് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ആഡ് ആക്കാം. പക്ഷേ ഞാനതൊന്നും ആഡ് ആക്കിയിട്ടില്ല. പച്ചമുളക്, അതുപോലെ ക്യാപ്സിക്കമൊക്കെ ഇടാം കേട്ടോ. മക്കൾക്ക് അതൊന്നും ഇഷ്ടമല്ലാത്ത കാരണമാണ് ഞാൻ ആഡ് ആക്കാത്തത്. മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, അത് കാരണം. അപ്പോൾ ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. മക്കൾക്ക് എരിവൊക്കെ കുറച്ചേ അവർ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ പരമാവധി മസാലയൊക്കെ കുറച്ചിട്ടാണ് ഞാൻ ആഡാക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള എഗ്ഗ് മിക്സാക്കിയത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഗ്രീൻ പീസ് ഒക്കെ ആഡ് ആക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ക്യാബേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാബേജ് ആഡ് ആക്കാം. അതുപോലെ പയർ, അങ്ങനെയുള്ളതൊക്കെ ആഡ് ആക്കാം കേട്ടോ. ബീൻസ് അതൊക്കെ ആഡ് ആക്കാം. ഞാൻ കയ്യിലുള്ളതൊക്കെ ആഡ് ആക്കിയിട്ടുണ്ട്. ക്യാബേജ് വീട്ടിലില്ലായിരുന്നു, അപ്പോൾ ക്യാബേജ് ആഡ് ആക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ക്യാപ്സിക്കം മക്കൾക്ക് ഇഷ്ടമല്ല,
അതുകൊണ്ടത് ഒഴിവാക്കിയത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. ഗരം മസാല ഇട്ട് കൊടുത്തു. ഇനി ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇടാത്ത കാരണം എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. ഇനി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ മക്രോണി വേവിച്ചത്, അത് കൊട്ടക്കൈയിൽ ഇങ്ങനെ ഊറ്റി വെച്ചതാണ്. പക്ഷെ അത് ഇടാൻ നേരത്തെ കിട്ടിയില്ല. അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയിട്ട് അത് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഇടാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ. അത് ഉപ്പ് മാത്രം ഉപയോഗിച്ചിട്ട് വേവിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഉപ്പിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡാക്കാം കേട്ടോ. ഞാൻ ആഡാക്കിയിട്ടില്ല. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് അത് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോസ് 2-3 ടീസ്പൂൺ നിങ്ങൾക്ക് ഇടാം, ആവശ്യത്തിനനുസരിച്ച്. ഞാനിവിടെ ഒരു ടേസ്റ്റ് കിട്ടണ വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ചെറിയൊരു പീസ് കഴിച്ച് നോക്കി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മക്രോണി, എഗ് മക്രോണി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.